അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തല കുത്തി മറിഞ്ഞു നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും ഈ പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കാൻ ആർക്കും പറ്റുന്നില്ലെന്നാണ് എല്ലാവരും പരാതി. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും ഞാൻ എന്താ ഇതിൽ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും വേണ്ട കേട്ടോ. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാവേ. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് പച്ചരി കുതിർത്തത്, പിന്നെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളത്തിൽ ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ 2 സ്പൂണ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ടായേ. വേണ്ടേ, അങ്ങനെ തരിയൊന്നുമില്ലാതെ ഞാൻ അരച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ നമുക്ക് ആ ജാറ് കഴുകിയ ഒരു ലേശം വെള്ളം ഒഴിക്കാം കേട്ടോ. അങ്ങനെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി, ഇപ്പം നമ്മൾ രാവിലെ അല്ലേ പച്ചരി വെള്ളത്തിലിട്ടത്, അപ്പോൾ രാത്രിയിൽ വൈകുന്നേരം ഇത് അരച്ചിട്ട് രാത്രി മുഴുവനും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞ് രാവിലെ എടുത്ത് നോക്കുമ്പോൾ കാണാവേ ഇതെങ്ങനെ പൊങ്ങി വന്നു എന്നുള്ളത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ എങ്ങനെ പാലപ്പം ചുട്ടെടുക്കാമെന്ന്. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും റെഡി ആയിട്ട് വരും കേട്ടോ. അതിലൊരു ടെൻഷനും വേണ്ടായേ. ഞാൻ വേണ്ട എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചേ. രാവിലെ ആയപ്പോൾ നോക്കിക്കേ, നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് വന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നോക്കി നല്ല പഞ്ഞി പോലെ. ഇതിൽ ഞാൻ വെള്ളം ഇനി ഒന്നും ചേർക്കുന്നില്ലേ, നമ്മൾ ഇന്നലെ ചേർത്ത് കൊടുത്ത വെള്ളം മാത്രമേ ഉള്ളൂ. ചിലർക്ക് നല്ല ഇതായിട്ടിരിക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അഥവാ നിർബന്ധമാണ്, ശീലമായി പോയി എന്നുണ്ടെങ്കിൽ ഒരു ലേശം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു ശകലം മതി, നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ തന്നെ. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുത്ത് നോക്കിയാലോ. ചുട്ടെടുക്കുന്നതിന് മുന്നേ മറന്നു പോകരുതേ, ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാൻ. അതിനായിട്ട് നമുക്ക് ദോശക്കല്ലിൽ വേണമെങ്കിലും ചുടാം, പാലപ്പച്ചട്ടിയിൽ വേണമെങ്കിലും ചുടാം. ഞാനിപ്പോൾ ദോശക്കല്ലിലാണ് കേട്ടോ ചുടുന്നത്, എനിക്കതാണിപ്പോൾ ഇഷ്ടം. അത് ശീലമായതിന് ശേഷം ഞാനിപ്പോൾ പാലപ്പച്ചട്ടി തിരിഞ്ഞു നോക്കാറേ ഇല്ല. ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോൾ പഞ്ഞി പോലെ നല്ല കിണ്ണത്തപ്പം പോലെ നമുക്കില്ല വെജിറ്റബിൾ കുറുമയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാം. നല്ല കറിയൊക്കെ കൂടുതലൊഴിച്ച് നല്ല മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നു കേട്ടോ. ഉപ്പും എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണേ. ദോശക്കല്ല് ചൂടായി വന്നപ്പോൾ ഞാൻ ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. അതിലൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാടങ്ങ് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി നമ്മൾ മാവൊഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ച് കൊടുക്കാവേ. എന്നിട്ട് നമ്മുടെ പാലപ്പം റെഡിയായി വരുന്നത് കണ്ടോ. നോക്കിക്കേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കുത്തു വീഴുന്നത് കാണാം. ഇപ്പം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം പാലപ്പം നല്ല പാലപ്പമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഈ എടുത്തെടുത്ത് പറയുമല്ല, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയുന്നത്. ടേസ്റ്റ് മാത്രവുമല്ല, ലുക്കും ഉണ്ട്, അത് നല്ല സോഫ്റ്റുമാണ്. അങ്ങനെ അതൊരു വിധം ബബിൾസ് വന്നപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വേവിക്കാം. അങ്ങനെ അടച്ചു വെച്ച് ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു പകുതി കുറച്ച് ടൈം. അങ്ങനെ നമ്മുടെ പാലപ്പം റെഡിയായേ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആരായാലും വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും. നല്ല സോഫ്റ്റ് പാലപ്പമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട. 1 സ്പൂണ് പഞ്ചസാര, നമ്മൾ രാവിലെ പൊട്ടിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ വെള്ളത്തിൽ